ശബരിമലയിലെ സ്വർണ്ണപ്പീഠ വിവാദത്തിൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി കണക്കെടുക്കാൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തണമെന്ന് കോടതി ഉത്തരവിട്ടു. രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കാത്തതിൽ ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. സന്നിധാനത്ത് തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പരാതിപ്പെട്ട സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും നേരത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് വച്ചിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡിനെ പഴിചാരിയത്? ഇയാൾ കരുതിക്കുട്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾ പറയേണ്ട കാര്യമുണ്ട്, അതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. കാരണം അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാക്കളായാലും BJP നേതാക്കളായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ്, ദേവസ്വം ബോർഡ് കള്ളം ചെയ്തിരിക്കുന്നു എന്ന മട്ടിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. ഇയാൾ ഈ കൈവശം വെച്ചിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് വേറെ വലിയ ലാഭമുള്ള കേസൊന്നുമല്ല. എന്നുവെച്ചാൽ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന ദ്വാരപാലകരുടെ ശില്പവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിയിലത്തെ പാളിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അതിനകത്ത് വേറെ ലാഭമൊന്നുമുള്ള കേസല്ല. കാണാതായെന്ന് പറഞ്ഞ സ്വർണ്ണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. വീഴ്ചയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുമെന്നും വിവാദത്തിനില്ല എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. 2021 ഞങ്ങളിതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊറോണ സമയമായിരുന്നു. അന്ന് ഇത് എന്റെ സുഹൃത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്തപ്പോൾ അതിന് മാച്ച് കറക്റ്റ് വന്നില്ല. അന്ന് അത് റിപ്പയർ ചെയ്യാനായിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതൊരു ദുരുദ്ദേശപരമായിട്ടായിരുന്നില്ല. കൊറോണ രൂക്ഷമായതുകൊണ്ടും പിന്നെ ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെടാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ ഇത് ശബരിമലയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ളതായിരുന്നു എന്റേത്. 10 ദിവസത്തിനുള്ളിൽ കണ്ടെത്തി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ദേവസ്വം വിജിലൻസ് SP-ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ചാനലുകളിലും ഒക്കെ വളരെ ചർച്ചയാവുകയും ഇതിനെക്കുറിച്ച് വളരെ വിശകലനം ചെയ്ത് അന്വേഷണം നടക്കുകയും വരുമ്പോൾ ആണ് വാസുദേവന്റെ വീട്ടിലിരിക്കുന്ന ഈ സാധനമാണിതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷ് ഒപ്പം തന്നെ AV ജയശങ്കർ തത്സമയം സൂപ്പർ 4 ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഇതിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. സ്വർണം കുറഞ്ഞു പോയിട്ടുണ്ട്, 4 കിലോയോളം സ്വർണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവാദം ഒരു ഭാഗത്ത്. മറ്റൊന്ന് പീഠവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം. ഇതേക്കുറിച്ചൊന്നും ഇതെന്താണ് സംഭവിച്ചതെന്നും വ്യക്തതയില്ല. അത് തിരികെ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒപ്പം ഒരു കണക്കുമില്ല ഒന്നിനും. അങ്ങനെ വരുമ്പോഴാണോ കോടതി ഇന്ന് വളരെ ശക്തമായി തന്നെ ഇടപെട്ടതും ഇതിൽ ഒരു പരിശോധനയിലേക്ക് പോകണം റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞതും? അനുജ, അടിമുടി ദുരൂഹതയുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. ഇത് 4 കിലോ സ്വർണം, പൂർണ്ണമായും സ്വർണ്ണമല്ല, അത് 4 കിലോ ചെമ്പിന്റെയും അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെയും മിശ്രിതമാണ്. അതുകൊണ്ട് അത് കാണുവാനില്ല. 4 കിലോയുടെ കുറവുണ്ട് എന്ന് കോടതി കഴിഞ്ഞ തവണ തന്നെ ഹർജി പരിഹരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ഇടക്കാല അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഇന്ന് കോടതിയെ ചില കാര്യങ്ങൾ അറിയിച്ചത്. അതിൽ പ്രകാരമാണ് ഈ വിഷയങ്ങൾ ഒരു സമഗ്രമായ അന്വേഷണം എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ ഇന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയ ഘട്ടത്തിൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവിടുത്തെ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിപ്പെട്ടിട്ടില്ല. 99 മുതലുള്ള രജിസ്റ്ററുകളിൽ പലതും കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയിച്ചു. ആ ഘട്ടത്തിലാണ് ഈ രജിസ്റ്ററുകൾ കാണാത്തതിൽ കോടതി അമ്പരപ്പുണ്ടാക്കിയതും അതോടൊപ്പം ഈ സ്ട്രോങ് റൂമിൽ വിശദമായ പരിശോധന നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അവിടെയുള്ള സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യം വിലയിരുത്തി അത് കണക്കാക്കി കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം മറ്റു ഒരു വിഷയമുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താതെ ഇതിന്റെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ടിൽ കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ പീഠങ്ങൾ കാണാതായ സംഭവത്തിലും കോടതി ഇന്ന് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ പീഠം കാണുന്നില്ല
എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഏറ്റവും ഒടുവിൽ ആ പീഠം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ച എന്നായിരുന്നു കോടതിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം. അതുകൊണ്ട് അതിലടക്കം സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത്. വളരെ ഗൗരവ സ്വഭാവത്തിൽ ഈ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തെ എടുത്തിട്ടുണ്ട്. 2019 സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നൽകാനും അതോടൊപ്പം ഈ സ്വർണ്ണപ്പീഠം എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നൽകാനും ഒക്കെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.